ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള കേളുകെട്ട് ഉയർന്നു കഴിഞ്ഞു. കേനൂസ് കണ്ണാടി എന്ന പരിപാടിയിലൂടെ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എല്ലാം സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങളും അതാത് വാർഡുകളിലെ വിശകലനങ്ങളും നടത്തിക്കൊണ്ടുള്ള അങ്കത്തട്ട് എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് കേനൂസിനൊപ്പം CPM-ന്റെ കരുവാരകുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയും റൂറൽ ബാങ്കിന്റെ പ്രസിഡന്റുമായ ജെയിംസ് മാഷാണെന്ന് കേനൂസിനൊപ്പം. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇടതു മുന്നണി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ഘട്ടവും എത്തിക്കഴിഞ്ഞു. ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്താണ് ഇടതുപക്ഷ മുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇടതുപക്ഷ മുന്നണി LDF എന്ന് പറയുന്ന സംവിധാനം കരുവാരൂട്ട് പഞ്ചായത്തിൽ വളരെ കൃത്യമായി അതിൻ്റെ ഘടകകക്ഷികളെ 100% ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായ സീറ്റുകൾ കൊടുത്തുകൊണ്ട് വലിയ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരവും ആവേശകരവുമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ വികസന മുന്നേറ്റ ജാഥയിൽ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ജനങ്ങൾ വളരെ ആഹ്ലാദപൂർവ്വം ഇത് വീണ്ടും ഒരു തുടർഭരണം അനിവാര്യമാണ് എന്നൊരു ആശയത്തിൽ പറഞ്ഞതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് മാത്രമാണ് LDF സംവിധാനത്തിനൊരു ഭരണം ലഭിച്ചിട്ടുള്ളത്. അതിന് 4 പതിറ്റാണ്ടുകളോളം അപ്പുറത്ത് മറ്റൊരു സംവിധാനത്തിലായിരുന്നു. അക്കാലത്തില്ലാത്ത വിധത്തിൽ പാവപ്പെട്ട ജനങ്ങളെ, തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിനും വികസന പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള അടിസ്ഥാന വർഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുമാണ് ആസൂത്രണ സമിതി ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിഭാവനം ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്കത് നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ലൈഫ് ഭവനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ. വേണമെങ്കിൽ നമുക്ക് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വികസന പ്രവർത്തനങ്ങൾ തോട് കെട്ടാനോ മതിൽ കെട്ടാനോ ഒക്കെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അതിലുപരി നമ്മുടെ നാട്ടിലെ വീടില്ലാത്ത ആയിരക്കണക്കായ ആളുകൾ, സഹോദരങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി കയറി കിടക്കാൻ ഒരു വീട് എന്നതാണ് ഏറ്റവും അനിവാര്യമായ ആവശ്യം എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി നമ്മൾ വളരെയധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും വേണ്ടത്ര പിന്തുണ തന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ വിമർശനപരമായി ഉപയോഗിക്കുന്നു. ഒരു വിഹിതം ത്രിതല പഞ്ചായത്തുകളുടെ ഒരു പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി. അതിനൊരു വിഹിതം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയുമാണ്. പക്ഷേ അവർ ആ ഒരു കാര്യത്തിൽ നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ യജ്ഞം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് 100ഓളം വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷ മുന്നണി ഒരുങ്ങുന്നതെന്നാണ് മാഷ് പറയുന്നത്. തീർച്ചയായും 100% ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കരുവാരകുണ്ട് LDF പഞ്ചായത്ത് കമ്മിറ്റി കാണുന്നത്. കാരണം നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത് ചെയ്ത ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള തുടർന്ന് വന്നിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇതുവരെ കാണാത്ത വിധത്തിൽ എല്ലാ മേഖലകളിലും, യുവാക്കളുടെ മേഖലകളിൽ പുതിയ ഗ്രൗണ്ടുകൾ നവീകരിച്ചിട്ടുള്ള പ്രവർത്തനം, സാംസ്കാരിക മേഖലകളിൽ വലിയ ഒരു ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാംസ്കാരിക കരുവാരകുണ്ട് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള കുറേ പരിപാടികൾ, അതിനേക്കാൾ ഉപരി ഗ്രന്ഥശാലകൾ, 4 ഗ്രന്ഥശാല പുതിയതായിട്ട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് വെച്ചുകൊണ്ട് ഗ്രന്ഥശാലകൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് പോകുന്ന വലിയൊരു കാഴ്ചയാണ്. ഇതിന് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മേഖലയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഹരിത കേരളം മിഷന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളിൽ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ചൊരു പഞ്ചായത്തുകളിലൊന്നാണ്. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വാഹനം ഉൾപ്പെടെ നമ്മൾ പുതിയതായി വാങ്ങിക്കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനം ഒരൊക്കെ മെച്ചപ്പെടുത്തി പോകുന്നു. അതേപോലെ നമ്മുടെ രോഗികളായ ആളുകൾക്ക് പരിരക്ഷാ സംവിധാനത്തിന് അപര്യാപ്തമാണെന്ന് മനസ്സിലാക്കി 2 വാഹനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള ഇടപെടൽ. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് വലിയ ഒരു കുതിച്ചാട്ടം ഈ മേഖലയിൽ ഈ പഞ്ചായത്തിന് തനതായി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബിരുദത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ്, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള ചെറിയ കുട്ടികൾ പഠിക്കുന്നിടത്ത് പഠന വീടുകൾ, അവർക്ക് പഠിക്കാൻ ആവശ്യമായ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ ആ ഒരു മേഖലയിൽ വലിയ ഒരു കൂടുതൽ പദ്ധതികൾ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിസ്ഥാന വർഗത്തെ, പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് ഉതകുന്ന, സമൂഹത്തിനാകെ ഇടപെടാൻ കഴിയുന്ന വയോജനങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും ഒക്കെ ഉതകുന്ന വലിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഭരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 1700 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ 6000-ഓളം ആളുകൾ അതിൻ്റെ കൂടെ പുറത്താക്കും. അതേപോലെ തന്നെ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക്, അത്തരത്തിലുള്ള ആളുകളിൽ ഏതാണ്ട് 4000-ഓളം കുടുംബിനികൾ
ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്ക് 1000 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി എടുത്തൊരു തീരുമാനവും നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് യാത്രയ്ക്ക് തുടങ്ങുന്ന വിധത്തിൽ ഒരു മാസം 1000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി. അതൊക്കെ ആദ്യമായി എടുക്കുന്ന ഒരു പദ്ധതികളാണ്. അതിന്റെ ഗുണഭോക്താക്കളായിട്ട് അതിന്റെ കണക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 1500ഓളം കുട്ടികൾ, വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പഞ്ചായത്തിലുണ്ട്. ഇങ്ങനെ ആശാവർക്കർമാരും അംഗനവാടി ടീച്ചർമാരും ഉൾപ്പെടെ പാചകത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പൊ പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനം അവരൊക്കെ ആവേശപൂർവ്വമാണ് കാണുന്നത്. അവർ ഈ സർക്കാർ നിലനിൽക്കണമെന്നും അതിന്റെ ഭാഗമായിട്ടുള്ള LDFന്റെ പഞ്ചായത്ത് സമിതി നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായി ഇടപഴകി സംഭവിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അത് ആ ഒരു അർത്ഥത്തിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ തീരുമാനങ്ങളാണ് പഞ്ചായത്ത് LDFന്റെ കമ്മിറ്റി എടുത്തിട്ടുള്ളത്. അതിന് ഉതകുന്ന സ്ഥാനാർത്ഥികളെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് LDF കമ്മിറ്റി കണ്ടെത്തുന്നത്. അത് അടുത്ത ദിവസം ഞങ്ങൾ പ്രഖ്യാപിക്കും. നാളെയും മറ്റന്നാളുമായി എല്ലാ വാർഡുകളിലും നടക്കുന്ന വാർഡ് തലത്തിലുള്ള സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പരിപാടികൾക്ക് ശേഷം 15-ാം തീയതി PTB ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാ 24 വാർഡുകളുടെയും സ്ഥാനാർത്ഥികളെയും 3 ബ്ലോക്ക് ഡിവിഷന്റെയും സ്ഥാനാർത്ഥികളെയും ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവിടെ പങ്കെടുക്കും. ഇവിടെ ഞങ്ങൾ മത്സരത്തിൽ നടത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ, എല്ലാ വിഭാഗം ജനങ്ങളെയും, ജാതി മതങ്ങൾക്ക് അതീതമായി അത്തരത്തിലുള്ള പൊതു സമൂഹത്തിലെ അറിയപ്പെടുന്നവരും ആ സമൂഹത്തിൽ ഇടപെടുന്നവരുമായിട്ടുള്ള സാധാരണക്കാരുടെ പ്രതിനിധികളാണ് ഞങ്ങൾ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ കാര്യം. അപ്പുറത്ത് നിൽക്കുന്നത് അങ്ങനെ അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. മുൻകാലങ്ങളിലും അത്തരത്തിലുള്ള സാഹചര്യം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളത് 2 ദിവസത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് ആകബോധ്യമുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ UDFന്റെ ചില നേതാക്കൾ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ചില ആക്ഷേപങ്ങളിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും കഴിഞ്ഞ കാലത്ത് നടന്നിട്ടില്ല. ഇവർ സത്യം പറഞ്ഞാൽ കണ്ണടച്ചിരുട്ടാക്കുക. നമ്മുടെ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന ഒരു സാധാരണക്കാരന് അങ്ങനെ പറയാൻ കഴിയും. കാളികാവ് മുതൽ കരുവാറുകുണ്ട് വരെയുള്ള റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാള് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ചതുപോലെയാണ് ഇപ്പോൾ സഞ്ചരിക്കുക. ആ റോഡിന്റെ ആ ഒരു കാര്യം നമ്മൾ എങ്ങനെ വിസ്മരിക്കുക? അതേപോലെ നമ്മുടെ വിദ്യാലയങ്ങൾ കോടിക്കണക്കായ ഉറുപ്പ്യ മുടക്കിക്കൊണ്ട് കരുവാറുകുണ്ട് ഹൈസ്കൂളിലും പുൽവട്ട സ്കൂളിലും തരിശ് സ്കൂളിലും ഒക്കെ കേരള സ്കൂളിൽ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്ക് പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പ്യയുടെ കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളും സർക്കാർ കൊടുക്കുന്നു, പഞ്ചായത്ത് പിന്തുണയ്ക്കുന്നു. വലിയ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു സ്രോതസ്സായി അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. അത് മാറ്റണം എന്ന് ഞങ്ങൾക്ക് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഇറിഗേഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഒരു വിശാലമായ DPR തയ്യാറാക്കിക്കൊണ്ട് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള DPR തയ്യാറാക്കി തന്നിട്ടുണ്ട്. 7 കോടി രൂപയുടെ പദ്ധതിക്ക് ഇതൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും നടപ്പിലാക്കാൻ കഴിയും. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കൊണ്ടാണ് ഇവിടെ പറയുന്ന ചില വികസനങ്ങൾ നടത്തി എന്ന് ഇവർ പറയുന്നത്. ഒരു 5 വർഷം കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് വന്നത്. KSEB സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. നമ്മൾ അതിനുവേണ്ടി ഇത് ഈ പഞ്ചായത്ത് ഭരണസമിതി വരുന്നതിന് 2 വർഷം മുമ്പ് വന്നൊരു സാധനമാണ്. നടപ്പിലാക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല. നമ്മളത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വലിയ യജ്ഞം നടന്നു. പക്ഷെ അതിനെയൊക്കെ പിൻവലിപ്പിക്കാൻ വേണ്ടി അത് എന്തായാലും നാടിന്റെ വികസനമാണെങ്കിൽ പോലും അത് LDFന്റെ പഞ്ചായത്ത് ഭരണസമിതിക്കാലത്ത് വരരുത് എന്ന് കരുതുന്ന ഒരു കൂട്ടം. അതേപോലെ തന്നെ നമുക്കറിയാം ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് നമ്മൾ നിവേദനം കൊടുത്തതിന്റെ ഭാഗമായി അതിന് അന്വേഷിക്കാൻ വേണ്ടി ആൾ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചെറിയ സംവിധാനം, ഫയർ സ്റ്റേഷന്റെ വിശാലമായ ഒരു സംവിധാനമല്ല, ഒരു ഫസ്റ്റ് എയ്ഡ് ഫയർ സ്റ്റേഷൻ എന്നുള്ള നിലയിൽ ഒരു ഇവിടെ ചെയ്യാമെന്ന് പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ലിസ്റ്റിൽ നമ്മുടെ കരുവാരൂരിൽ പെട്ടു. മറ്റൊന്ന്, നമ്മുടെ ഗ്രൗണ്ടുകൾക്ക് 50 ലക്ഷം രൂപ പഞ്ചായത്തും 50 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ കരുവാരൂരിന് വേണ്ടി ആ പദ്ധതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട MLA ഒക്കെ സമീപിച്ചതാണ്. പക്ഷെ ആ ഇത് നമുക്കല്ല കിട്ടിയത്. മറ്റ് വളരെ ജനസംഖ്യ കുറഞ്ഞിട്ടുള്ള മറ്റൊരു പഞ്ചായത്തിലേക്കാണ് ബഹുമാനപ്പെട്ട MLA കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ആ ഒരു തരത്തിൽ പഞ്ചായത്തിനെ പിന്തുണച്ചുകൊണ്ട് പോയിട്ടില്ല എന്നുള്ളത് കാണാൻ കഴിയും. ഇവിടെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രദേശം വന്യമൃഗങ്ങളുടെ ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ UDFന്റെ ഭരണകാലത്താണ്, പഞ്ചായത്ത് ഭരണകാലത്തും സംസ്ഥാന സർക്കാരിന്റെ ഭരണകാലത്തുമാണ് ഈ കരുവാരൂരിൽ നിന്ന് മാറ്റി കാളികാവിന്റെ ഏതോ ഒരു മൂലയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നതിനോ ആ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടിയെടുക്കുന്നതിനോ ഇപ്പൊ നമുക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് കരുവാരൂരിലെ UDF ഭരണസമിതിയും അതിന് പിന്തുണച്ചിട്ടുള്ള MLA ഉൾപ്പെടെയുള്ളവരുമാണ്. അവരെ പോലും മുടക്കാനല്ല, ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ചിലതൊന്നും വന്നിട്ടില്ല. പക്ഷേ തുടർന്ന് ഒരു 5 വർഷം കൂടി
ഇതേപോലെ LDF-ന് ഭരണം കിട്ടിയാൽ ഞങ്ങൾ എടുത്ത് തുടങ്ങി വെച്ചിട്ടുള്ള ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള അത്തരത്തിലുള്ള എല്ലാ വികസന സംവിധാനങ്ങളും ഈ ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവരും എന്നുള്ളത് 100% ഉറപ്പായിട്ടാണ് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാറ്. അതുകൊണ്ട് ഇനി വരുന്ന ഈ ഒരു ഭരണം LDF-ന്റെ ഭരണമായിട്ട് തരണം എന്നുള്ള ഒരു ആഹ്വാനവും കൂടി അഭ്യർത്ഥനയും കൂടിയാണ് സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളോട് കേൾക്കുന്നത്. 100% ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് ജെയിംസ് മാഷ് KNUസിനോട് മനസ്സ് തുറന്നത്. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും KNUസിന് നേരുകയാണ്.